ഹലോ ഗൈസ്, KDR വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ഞങ്ങൾ വിചാരിച്ച് രാത്രിയിലത്തേക്ക് കുറച്ച് ചിക്കൻ മേടിച്ച് കറി വെക്കാമെന്ന്. അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാമേ. ഓക്കെ, നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം. ഇന്ന് രാത്രിയിലത്തേക്ക് കുറച്ച് ചിക്കനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് അന്നേരം കഴുകിയെടുക്കാം. അതിൽ 3 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചോപ്പർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഗ്യാസ് ഓപ്പൺ ചെയ്യാം. അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാനെല്ലാം കുറച്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടി സവാള പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കി ചേരുവകൾ ഓരോന്നോരോന്ന് നമുക്കിടാമേ. സവാള ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെടുത്തിടാമേ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. സവാള ഇഞ്ചി എല്ലാം വാടിക്കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടത്തുള്ളൂ. എല്ലാം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എരിവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എല്ലാം കുറച്ചാണ് ഞാൻ ഇടുന്നത്. ഒരു 2 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ മുളക് പൊടി. അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. ഇത്രയും പൊടികളെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പച്ചമണം എല്ലാം മാറി നമുക്കിനി അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മസാലയൊക്കെ അതിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പിടിക്കണം അതിലെ മസാല. എന്നാലേ ആ ഒരു എന്താ പറയുന്നത് ചിക്കനൊക്കെ ഒന്ന് ശരിയായി വരത്തുള്ളൂ. കുറച്ച് നേരം എടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.